പ്രധാനമന്ത്രിയുടെ ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിന് പിന്നാലെ ചടങ്ങ് ബഹിഷ്കരിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ആരും ചടങ്ങിൽ പങ്കെടുക്കില്ല. AK സ്റ്റെഫിൻ ഒപ്പം പ്രദീപ് ജോസഫും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സ്റ്റെഫിനിലേക്ക്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ ചടങ്ങിലേക്ക് മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഒഴിവാക്കൽ നടപടിയെന്ന് നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് തന്നെ മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ മറ്റൊന്ന്, ഈ ഒഴിവാക്കിയതിന് പിന്നിൽ അത് അങ്ങനെ ഒരു ലംഘനം തന്നെയാണ്, ചരിത്രത്തിലാദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്ന, ഒരിക്കലും സംഭവിക്കില്ല, ഇനി അത് സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. പക്ഷേ അപ്പോഴും ഇനി BJPക്ക് എന്ത് ന്യായമായിരിക്കും പറയാനുണ്ടാവുക? ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ പല സന്ദർഭങ്ങളിലും ഉന്നയിക്കുന്ന സമയത്ത് ഇതൊന്നും സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്നതേ അല്ല, ഇത് കേന്ദ്രം മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞൊഴിഞ്ഞതിന്റെ പകപോക്കൽ നടപടിയായിരിക്കുമോ ഇത്? മോദി, ആ ന്യായീകരണം എത്രത്തോളം ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 5600ഓളം കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണം സർക്കാർ നൽകിയിട്ടുണ്ട്. ഒപ്പം നിരന്തരം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ, ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഈ വിഷയത്തിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ പുരോഗതി എല്ലാം വിലയിരുത്തി മുമ്പോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. തദ്ദേശ റോഡുകളുടെ ഉണ്ട്, വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുണ്ട്, പാലക്കാടത്തെ പദ്ധതിയുണ്ട്. അങ്ങനെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ ഏറ്റവും അതിൽ പ്രധാനം ദേശീയപാതയുടെ 2 റീച്ചുകളുടെ ഉദ്ഘാടനമാണ്. അതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പങ്കെടുപ്പിക്കാത്തതിൽ, അല്ലെങ്കിൽ പേര് പോലും വയ്ക്കാത്തതിൽ കടുത്ത വിമർശനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും CPMൻ്റെ LDFൻ്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉയരുന്നത്. മന്ത്രി തന്നെ അത് മാതൃഭൂമി ന്യൂസിനോട് അല്പം മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് ഈ നോട്ടീസിലടക്കം പേര് വെച്ചിട്ടും ബോധപൂർവം മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയെന്നുള്ളതാണ്. ഒപ്പം മുഖ്യമന്ത്രി ഏതായാലും ഈ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കുന്നില്ല. തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. മറ്റ് ഔദ്യോഗിക പരിപാടികളും ഇന്ന് മുഖ്യമന്ത്രിക്കില്ല. ഇപ്പോൾ നിലവിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തുടരുന്നു. ഉച്ചയ്ക്കാണ് ഏതായാലും കൊച്ചിയിലെ പരിപാടി. ഇനി ഏതായാലും യാത്ര തിരിച്ചു കഴിഞ്ഞാലും അങ്ങ് എത്താത്ത സ്ഥിതിയുണ്ട്. ശരി, സ്റ്റെഫിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം പ്രദീപ് ജോസഫും ചേരുന്നുണ്ട്. പ്രദീപ് ജോസഫ്, ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. നമ്മളെ സിനിമ ഡയലോഗ് പോലെ അവിടെ പാലുകാച്ച ഇവിടെ കല്യാണം എന്ന് പറഞ്ഞതുപോലെയാണ്. അവിടെ തകൃതിയായി പ്രധാനമന്ത്രി വന്നിറങ്ങുന്നു, പരിപാടികളിൽ പങ്കെടുക്കുന്നു. പക്ഷേ തലസ്ഥാനത്ത് ഈ ഭരണസിരാ കേന്ദ്രത്തിൽ നോക്കിയാൽ ഇവിടെ മൊത്തത്തിൽ ഒരു ശോകമുഖമായ അന്തരീക്ഷം, പ്രതിഷേധാത്മകമായ അന്തരീക്ഷവുമാണ് ഒരേ സമയം ഉള്ളതെന്ന് വേണം പറയാൻ. പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചില്ല, ഒപ്പമുണ്ടായിരുന്ന മറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. പക്ഷേ എന്തു വന്നാലും ഈ ചടങ്ങുകൾ അങ്ങനെ തന്നെ നടക്കും എന്നാണോ? വിശദാംശങ്ങൾ എന്താണ് പ്രദീപ്? മോദി, 3 പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇന്ന് കൊച്ചിയിൽ ഉള്ളത്. 12 മണിയോടെ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാവികസേന വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് കാർ മാർഗം ആദ്യം അദ്ദേഹം മറൈൻ ഡ്രൈവിലേക്കാണ് എത്തിച്ചേരുന്നത്. മറൈൻ ഡ്രൈവിൽ കേരള ധീവര സഭയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അവിടെ നിന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഭാഗത്തേക്ക് അദ്ദേഹം എത്തുന്നത്. സ്റ്റേഡിയത്തിൽ 2 പരിപാടികളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന് ഔദ്യോഗിക പരിപാടിയും മറ്റൊന്ന് NDAയുടെ പൊളിറ്റിക്കൽ പരിപാടിയുമാണ്. ഈ ഔദ്യോഗിക പരിപാടിയിൽ 10,800 കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, ശിലാസ്ഥാപനം, അത്തരം കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്തെ ദേശീയപാതകളുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. ദേശീയപാതയുടെ 2 റീച്ചുകൾ, അതായത് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആദ്യ റീച്ച്, മറ്റൊന്ന് ബംഗളം മുതൽ രാമനാട്ടുകര വരെയുള്ള 2ാമത്തെ റീച്ച്. നമുക്കറിയാം, ഈ ദേശീയപാതയുടെ വികസനം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു, വലിയ വികസന വിഷയമായിരുന്നു.